ഇതുപോലൊരു ഐറ്റം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിവിടെ കോഴിമുട്ട വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ ഒരു 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു മുട്ടക്കുഞ്ചി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് അറിയില്ല. ചില ഭാഗത്ത് നമ്മൾ മുട്ടയുടെ ഉണ്ണി എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഞങ്ങളിവിടെ മുട്ടക്കുഞ്ചി എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ അതാ എന്തായാലും മുട്ടയുടെ കുഞ്ചി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു വൈറ്റ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ എല്ലാ മുട്ടയും സെയിം രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിനിവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമ്മുടെ സവാള നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഏകദേശം വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിനായിട്ട് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ചധികം ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ സ്പൈസി വേണമെന്നുള്ളവർക്ക് സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഒരു 2 കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ കോഴിമുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ വെള്ളയാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല രീതിയിൽ ഈ ഒരു മസാലയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മുട്ടയുടെ ഒരു കുഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ സംഭവം ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ടൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ വൈകുന്നേരം ചായക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്തേ നമ്മൾ ഇതുപോലത്തെ കാടമുട്ട ഫ്രൈ ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ സെയിം രീതിയിൽ തന്നെ മുട്ട വെച്ചിട്ട് ഒരു ഫ്രൈ ആണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.